നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടുത്തെ തിരക്ക് നമ്മൾ വന്നേക്കണത് തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിട്ടം ദിനത്തിലാണ്. അപ്പോൾ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒടുക്കത്തെ ക്യൂ എന്ന് വെച്ചാൽ ഒടുക്കത്തെ അങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ക്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് പോയി വീട്ടിലേക്ക്. എന്നിട്ട് പിറ്റേ ദിവസമാണ് വരുന്നത്. അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ രണ്ട് സൈഡുകളിലും നിറച്ച് മീനുകളെ കാണാം. ഇത് സിലിണ്ടർ അക്വേറിയാണ്. അതുപോലെ മറ്റേ സൈഡിലുള്ളത് ടണൽ അക്വേറിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ടൈം എന്ന് വെച്ചാൽ വർക്കിംഗ് ഡേയ്സിൽ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെയാണ്. ഹോളിഡേയ്സിൽ 11 മണി മുതൽ രാത്രി 9:30 വരെയാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 120 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. ഈ ഒരു മീനിനെ കണ്ടോ ഗൈസ്? ഇതിനെ കാണുമ്പോൾ ശരിക്കും കരിമീനൊക്കെ പോലെ ഉണ്ടല്ലേ, കരിമീൻ, തിലോപ്പി അതിനൊക്കെ പോലെ ഉണ്ട് കാണാൻ. ശരിക്കും അതാണോന്നും അറിയില്ല കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് മെർമെയ്ഡ്, മത്സ്യകന്യക. നമ്മൾ ഈ മത്സ്യകന്യകനൊക്കെ എന്താ പറയുക, കാർട്ടൂണുകളിലും സിനിമകളിലും പിന്നെ പഴയ പുസ്തകങ്ങളൊക്കെ ഇല്ലേ, പണ്ടത്തെ കഥാപുസ്തകങ്ങളിലും അങ്ങനെയൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് നമ്മുടെ മത്സ്യകന്യകനെ നേരിട്ട് കാണാൻ കൂടിയാണ് ഒരവസരം കിട്ടുന്നത്. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടമായി. മെർമെയ്ഡിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഭാഗത്ത് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ കുറച്ചധികം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അക്വേറിയത്തിൻ്റെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. എനിക്ക് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി കേട്ടോ. ഇനി വരുന്നത് സ്റ്റോളുകളാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഞങ്ങളൊരു ബുക്ക് സ്റ്റോളിൽ കയറി മോനൊരു ബുക്ക് വാങ്ങിച്ചു കേട്ടോ. ഈ ഒരു ബുക്കാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഇഷ്ടംപോലെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു, കമ്മലിൻ്റെയും ചെരുപ്പുകളുടെയും വസ്ത്രങ്ങളുടെയും അങ്ങനെ കുറേ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ കടയിൽ നിന്ന് പഴയകാല മിഠായികൾ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഏതൊക്കെ മിഠായികളാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ഒരു മിഠായി ഉണ്ടല്ലോ, ഈ കാണുന്ന ആ പുളി മിഠായി ഉണ്ടല്ലോ, ശരിക്കും 90s കിഡ്സൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ള മിഠായി ആയിരിക്കും. ഞാൻ കഴിച്ചു നോക്കുമ്പോൾ ഒരു മാറ്റമില്ല, സെയിം ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇത്രയും മിഠായികളാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇനി നമുക്ക് പുറത്തുള്ള നമ്മുടെ അതിമനോഹരമായ അമ്യൂസ്മെൻറ്റ് പാർക്ക് തന്നെ കാണാം.
കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ട് ഒത്തിരി റൈഡുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും അതുപോലെ കുട്ടികൾക്ക് 80 രൂപയൊക്കെ ചാർജ് വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ റൈഡുകളിലും കയറുക. നമുക്ക് ഈ ഒരു അവസരം ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ കിട്ടും. അതുകൊണ്ട് മാക്സിമം പറ്റാവുന്ന റൈഡുകളിലൊക്കെ കയറുക എല്ലാവരും. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് ഇപ്പോൾ ലുലു മോളിലൊക്കെ റൈഡുകളുണ്ട്, പക്ഷെ അതിലൊക്കെ ഇതിലും വലിയ ചാർജ് ആവും. അല്ലാതെ ഇപ്പോൾ വേറെ പോകണമെന്ന് വെച്ചാൽ വണ്ടർലയിലും അങ്ങനെയൊക്കെ പോകേണ്ടി വരും. അപ്പം ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. പിന്നെ ഞാൻ കയറിയത് ഈ കാണുന്ന റൈഡിലാട്ടോ. എനിക്ക് വേറെ ഒന്നിലും കയറാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാവണം. അതുകൊണ്ട് ഞാൻ ആ ഒരു റൈഡിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയവർ, ഹാർട്ടിന് അസുഖമുള്ളവർ, അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുന്നവർ, അവരൊന്നും ഇങ്ങനത്തെ ഇതിലൊന്നും കയറാതിരിക്കാൻ ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ അവിടുന്ന് ടൈം പോയതേ അറിഞ്ഞില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.